ഹലോ. അപ്പോൾ നമ്മൾ കുറച്ച് നാൾക്ക് ശേഷം ഒന്നുകൂടി ട്രിപ്പൊക്കെ പോയായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും അവിടെ നടന്ന കുറച്ച് സംഭവങ്ങളും അവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ ഇന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. തനിയേ മിഴികൾ തുളുമ്പിയോ. അപ്പോൾ നമ്മളെങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിനടുത്തുള്ള ഒരു അടിപൊളി സ്ഥലത്തോട്ട്. ആ സ്ഥലത്തിൻ്റെ പേര് അമ്പനാടെന്ന്. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം ജില്ലയിൽ പുനലൂരിന് അടുത്തായിട്ട് വരുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മളിങ്ങോട്ട് പോകുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാനേ നമ്മളങ്ങോട്ട് പോകുന്നത്. അപ്പം ഞാനും ചേട്ടനും രണ്ട് കൂട്ടുകാരായിരുന്നു ഉണ്ടായിരുന്നു. ഞാനും ചേട്ടനും ബൈക്കിലും അവർ രണ്ടുപേരും സ്കൂട്ടറിലുമായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ അങ്ങോട്ട് പോയി കുറച്ച് ദൂരം പോയി കഴിയുമ്പോഴേ നമുക്ക് ഇതേപോലെ അടിപൊളി വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. നമ്മൾ പോകുന്നത് അമ്പനാടാണെങ്കിലും നമ്മൾ കയറാൻ പോകുന്നത് ആനച്ചാടി വഴിയാണ്. അപ്പോൾ കുറച്ചുകൂടെ വ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈനാപ്പിൾ തോട്ടത്തിനായിട്ട് വഴി എടുത്തുകൊണ്ടിരിക്കുന്ന ഹിറ്റാച്ചും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നിലോട്ട് പോയി കഴിയുമ്പോൾ പയ്യെ തേയിലത്തോട്ടങ്ങളൊക്കെ കാണാൻ തുടങ്ങും. അപ്പോൾ അവിടെ ഫുള്ളിങ്ങനെ പ്ലാന്റേഷനാണ് തേയിലയുടെയൊക്കെ. അങ്ങനെ നമ്മൾ പയ്യെ ഇങ്ങനെ കുറച്ചുകൂടെ മേളിലോട്ട് കയറി ചെല്ലും തോറും വ്യൂ ഒക്കെ അടിപൊളിയായിട്ട് വരും. അങ്ങനെ നമ്മളൊരു ഗേറ്റിലെത്തും. നേരത്തെ ഇവിടെ ഗേറ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഈ ഇടയ്ക്കായിട്ട് അവർ ടിക്കറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ടിക്കറ്റ് എടുത്താലേ നമുക്ക് അകത്തോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അതിപ്പോൾ അമ്പനാട് വഴി പോകുന്നെങ്കിലും അല്ല ആനച്ചാടി വഴി ഡയറക്റ്റ് കയറുകയാണെങ്കിലും നമ്മൾ ടിക്കറ്റ് എടുത്തേ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മൾ ടിക്കറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടുത്തെ പുള്ളിക്കാരനോട് കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ചെയ്ത് എപ്പോഴാണ് ഇത് സംഭവം വന്നത്, അപ്പോൾ ടിക്കറ്റ് എടുത്താലേ അകത്തോട്ട് കയറ്റി എടുത്തുള്ളൂ. പിന്നെ നമ്മളൊന്ന് കുറച്ച് പറഞ്ഞൊക്കെ നോക്കി, പക്ഷേ സമ്മതിച്ചില്ല, ടിക്കറ്റ് എടുത്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ്. അങ്ങനെ ലാസ്റ്റ് നമ്മൾ 2 വണ്ടിക്കും ടിക്കറ്റ് എടുത്ത് നേരെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെയാണ്. അതും അടിപൊളിയാണ്. നമ്മൾ സത്യം പറഞ്ഞാൽ നിൽക്കുന്ന കൊല്ലത്താണെന്നൊന്നുമില്ല, സംശയിച്ചു പോകും. അപ്പം കുറച്ച് അടിപൊളി ക്ലൈമറ്റ് കൂടെ ആണെങ്കിൽ മഞ്ഞും കാര്യങ്ങളൊക്കെ നല്ലോണം കിട്ടും. ഞങ്ങൾ പോയപ്പോഴും കോട ഇറങ്ങുന്നുണ്ടായിരുന്നു, പക്ഷേ വലുതായിട്ടില്ലായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ചുകൂടി ഉള്ളിലോട്ടൊക്കെ ഇങ്ങനെ പോയി കഴിയുമ്പം തേയിലത്തോട്ടം മാത്രമല്ല, ഇതേപോലെ മലനിരകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ നമ്മൾ ഉള്ളിലോട്ട് പോകുമ്പം ഒരു ചെറിയൊരു അമ്പലം പോലൊരു സ്ഥലം കാണാം. നിങ്ങൾ ആനച്ചാടി വഴിയാണ് കയറുന്നതെങ്കിൽ കാണാൻ പറ്റും. അമ്പലത്തോട്ട് പോകുന്ന വഴിക്ക് ഇതേപോലെ ചെറിയൊരു അമ്പലം. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ റോഡ് കിടപ്പുണ്ട്. അതിൽ കൂടെ ഉള്ളിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു വീട് പോലെ സെറ്റപ്പാണ്. എനിക്ക് തോന്നുന്നു ക്യാമ്പോ അങ്ങനെ എന്തോ പരിപാടിയാണ്. അപ്പോൾ അവിടെ തീ കൂട്ടിയതിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ കിഡിലും വ്യൂ കാണാം. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് എന്നിട്ട് നേരെ വണ്ടി എടുത്ത് പിന്നെയും കുറച്ച് ഫ്രണ്ടിലോട്ട് പോയി. അങ്ങനെ കുറേ ദൂരം ഇങ്ങനെ വ്യൂ ഒക്കെ കണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് കുറേ ദൂരം പോയി കഴിയുമ്പം നമ്മൾ അമ്പനാടെത്തും. അപ്പം ആ അമ്പനാട് എന്നുള്ള സ്ഥലം നിങ്ങൾ റീൽസിലൊക്കെ നേരത്തെ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും. ഇതാണ് അമ്പനാട്. അവിടുത്തെ ഒരു പോസ്റ്റ് ഓഫീസായി കാണുന്നത്. ഇതാണ് മെയിൻ എൻട്രൻസ്. ഇതിലേക്ക് കൂടെ കയറി കഴിഞ്ഞാൽ നമുക്ക് കുറേ സ്ഥലത്ത് പോകാൻ പറ്റും. അങ്ങനെ നമ്മളൊരു ചായ കുടിച്ചിട്ട് പയ്യെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മൾ അമ്പനാട് ഉള്ളിലോട്ട് പോകാനായിട്ട് പോവുക. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ 2 മയിലിനെയും കണ്ട്, ആൺമയിലിനെയും കണ്ട്, പെൺമയിലിനെയും കണ്ട്. എന്നിട്ട് നമ്മൾ പയ്യെ ഒരു വാട്ടർ ക്രോസ് ഒക്കെ ചെയ്ത് നൈസായിട്ട് ഓഫ് റോഡ് ചെയ്യാൻ തുടങ്ങി. ഓഫ് റോഡ് മീൻസ് റോഡുണ്ട്, പക്ഷേ പൊട്ടിപ്പൊളിഞ്ഞ് നടക്കുക. അങ്ങനെ നമ്മൾ ഉള്ളിലോട്ട് പോയപ്പം കുറച്ച് വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ആദ്യമേ അവിടെ ഒന്നും കയറുന്നില്ല. നമുക്ക് വേറൊരു സ്പോട്ട് അറിയാം, അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയതാണ്. അങ്ങനെ കുറച്ച് ദൂരം പോയി കഴിയുമ്പോഴത്തേനും ഇതേപോലെ 2 ടവർ കാണാൻ പറ്റും. അപ്പം നിങ്ങൾ ഈ ടവർ ഒന്ന് നോക്കി വെച്ചോ, കാരണം തിരിച്ചു വരുമ്പോൾ ഞാൻ വേറെ സംഭവം കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ആ ടവറൊക്കെ കണ്ട് നൈസായിട്ട് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് പോയി കഴിയുമ്പോഴത്തേനും കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ട് ഓഫ് റോഡ് ചെയ്യേണ്ടി വരും, കാരണം അവിടെ റോഡില്ല. അങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് നടക്കുക. അങ്ങനെ നമ്മൾ ഓഫ് റോഡൊക്കെ ചെയ്ത് ഉള്ളിലോട്ട് പോയി കഴിയുമ്പം ഇതേപോലൊരു സ്ഥലത്തെല്ലാം സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആന വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. അങ്ങനെ ആന വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലമാണ്. ചുറ്റിനും കാടും, ഇറങ്ങിപ്പോൾ ഒരു വഴി മാത്രമേ ഉള്ളൂ. മറ്റേ നാഷണൽ ജിയോഗ്രഫിയിലൊക്കെ കാണുന്നതാണെങ്കിരിക്കും. അപ്പോൾ നിങ്ങളെന്തായാലും ഇവിടെ പോകുകയാണെങ്കിൽ ഈ സാധനം പോയി കാണണം. ഒരുപാട് ഇരുട്ടാൻ നിൽക്കില്ല, നേരത്തെ പോയി കണ്ടാൽ ജീവനോടെ തിരിച്ചു വരാം, ഇല്ലെങ്കിൽ ആന ഇറങ്ങും. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ട് പിന്നെയും ഓഫ് റോഡ് ചെയ്ത് ഉള്ളിലോട്ട് പോകാൻ തീരുമാനിച്ച്. അപ്പോൾ ഫൈസലാണെങ്കിൽ നമ്മളൊരു ഫോട്ടോ എടുത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നേരെ ഓഫ് റോഡൊക്കെ ചെയ്ത് പിന്നെ നമ്മൾ ഉള്ളിലോട്ട് പോയി. അപ്പം പോകുന്ന വഴിക്ക് ഇവിടെ റോഡും കാര്യങ്ങളൊന്നുമില്ല. ഇത് ആരും പോകുന്ന വഴി പോലും അല്ല, അവിടുത്തെ നാട്ടുകാരില്ലാത്ത. പക്ഷേ ഞങ്ങൾക്കത് അറിഞ്ഞുകൂടായിരുന്നു. ഞങ്ങളിത് വേറെ എവിടെ കണ്ട് ചെന്നിറങ്ങും, എങ്ങനെ റോഡിൽ ചെന്ന് എത്തിയാലോ എന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷേ അവിടെ ചെന്നപ്പോഴേ അറിഞ്ഞത് അതൊരു ഡെഡ് എൻഡ് ആയിരുന്നു. പിന്നൊന്നും നോക്കിയില്ല, വണ്ടി അപ്പോഴേ തിരിച്ച്. നിങ്ങളിപ്പോൾ 1-2 ഷോട്ടിൽ കണ്ടെങ്കിലും ഏകദേശം 1/4 മണിക്കൂർ എടുത്ത് നമ്മൾ താഴെ വരെ പോയത്. പക്ഷേ അവിടെ ഒന്നുമില്ലായിരുന്നു. അങ്ങനെ നമ്മൾ വണ്ടി തിരിച്ച് നേരെ തിരിച്ചിറങ്ങാൻ തുടങ്ങി. അപ്പോഴത്തേക്കും ഇരുട്ടായി തുടങ്ങി. ഞങ്ങൾ വിചാരിച്ച് സന്ധ്യയായിരുന്നു, പക്ഷേ മരമൊക്കെ നിൽക്കുന്നുണ്ടാണ്. വണ്ടിയൊക്കെ ചെറുതായിട്ട് കഴിഞ്ഞ് സ്ലിപ്പായെങ്കിലും ഞങ്ങളെല്ലാം തിരിച്ച് വാരിപ്പറക്കി എടുത്ത് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേനും കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം ഇരുട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പേടിച്ച്, ഇനി എങ്ങാനും താഴെ ചെല്ലുമ്പോൾ ആന ഉണ്ടെങ്കിലേ വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലത്ത്. പക്ഷേ നമ്മുടെ ഭാഗ്യത്തിന് നമ്മൾ ഇറങ്ങി ചെന്നപ്പം ആനയൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ചുറ്റിനും നോക്കി ആന ഉണ്ടോയെന്ന്, പക്ഷേ ആനയൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ സേഫായിട്ട് താഴെ ഇറങ്ങി. പിന്നെ ആനയും കാണാൻ പറ്റില്ലെന്നൊരു വിഷമം ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, ജീവൻ തിരിച്ച് കിട്ടിയില്ലേ. ഇങ്ങനെ ഉള്ളതുകൊണ്ട് ഓണം പോലും എന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങി താഴോട്ട് ചെന്നപ്പോഴത്തേനും നമ്മുടെ ടവർ ഫുള്ള് കോട കൊണ്ട് മൂടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ നിൽക്കണ്ട എന്ന് വിചാരിച്ചാൽ, പക്ഷേ കോട കണ്ടപ്പം എന്തായാലും വ്യൂ പോയിൻറ്റിലും കൂടെ കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ച് നമ്മൾ ആദ്യത്തെ വ്യൂ പോയിൻറ്റിൽ കയറി. അവിടെ നിന്നുള്ള വ്യൂ ഇതായിരുന്നു.
നമ്മുടെ നേരെ ഓപ്പോസിറ്റുള്ള തേയില ഫാക്ടറി വരെ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. പക്ഷേ ഫോണിൽ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. അത് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് സിനിമാറ്റിക് വീഡിയോ ഒക്കെ എടുത്ത് പയ്യെ അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേനും തമിഴ്നാട്ടിൽ നിന്ന് ഒരു കൂട്ടം വരുന്നത് R15 ഒക്കെ കൊണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളത്. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.